ഇതിപ്പോൾ പിന്നെ മോഹിത് നഗറിൻ്റെ കാഴ്ച കവുങ്ങാണ്. ഞങ്ങൾ വെറുതെ പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. നമുക്ക് ഈ തോട്ടം വന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് തയ്യെടുക്കാൻ പറ്റും. എന്നാൽ ഒരു ദിവസം ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡ് വരിക. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബോവിക്കാനം എരിഞ്ഞിപ്പുഴ വഴി കുറ്റിക്കോല് വരുന്ന ബസ്സിൽ വരുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സ്റ്റോപ്പിൻ്റെ പേര് ബേത്തൂർപ്പാറ. ബേത്തൂർപ്പാറ എൻ്റെ വീട്ടിലേക്ക് ഒരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിയലായിട്ട് നിങ്ങൾ കാഴ്ച നിൽക്കുന്ന തോട്ടങ്ങൾ നമുക്ക് കണ്ടിട്ട് തൈകളൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ പിന്നെ ഏതെങ്കിലും ഒരു കവുങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് വെറുതെ ഒരു വീഡിയോ എടുത്തിടുന്നതല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും നല്ല വെറൈറ്റി തന്നെ നമ്മുടെ കാലത്ത് ഒരുപാട് തന്നെ. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം 5 ലക്ഷം തൈയാണ് നമ്മൾ ഉണ്ടാക്കി. ഞാൻ വെറും 500 തൈ കൊണ്ടും തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ 5 ലക്ഷം തൈയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളെ പിന്നെ നന കൊടുക്കാതെ തന്നെ റബ്ബറൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ വലിയ കുന്നും പ്രദേശത്ത്, വെള്ളത്തിന് യാതൊരു സാധ്യതയില്ലാത്ത വലിയ കുന്നും പ്രദേശത്ത് വെച്ചുണ്ടാക്കിയ കവുങ്ങാണ് കാസർഗോഡൻ കരക്കവുങ്ങ് എന്നറിയപ്പെടുന്ന കവുങ്ങ്. 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. 2 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 3ാമത്തെ വർഷത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിപ്പം നന കൊടുത്തിട്ടാണ് എന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് എന്തെങ്കിലും ഒരു പോരായ്മ ഇതിനുണ്ടോ? ഇല്ല, നല്ല കവുങ്ങാണ്. നമുക്കൊരു 3.5-4 വർഷം കൊണ്ടൊക്കെ നന കൊടുക്കാതെ തന്നെ കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്ന കാസർഗോഡൻ കവുങ്ങിൻ്റെ ഒരുപാട് ആയിരക്കണക്കിന് തൈകൾ നിങ്ങളെ വീട്ടുകളിൽ എത്തിക്കാൻ പറ്റും.